മതി. എന്താ പ്രഭേ, ഇതിലെന്താ എഴുതിയിരിക്കുന്നു നോക്ക്. നോ എന്നാ എഴുതിയിരിക്കുന്നു. അപ്പൊ ചേട്ടത്തിനോട് കള്ളം പറഞ്ഞല്ലേ? ക്ഷമിക്കൂ പ്രഭേ, യമുനയ്ക്കൊരു ജീവിതം കിട്ടാത്തതിൽ നീ എന്തുമാത്രം സഹതപിക്കുന്നുവെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കണ്ണില്ലാത്ത എന്നോട് ചേട്ടത്തി കള്ളം പറഞ്ഞില്ലേ? അതുകൊണ്ടാ എന്റെ മനസ്സ് വേദനിക്കുന്നത്. പ്രഭേ, നടക്കേണ്ട കാര്യമാണെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും അത് നടക്കും. നടക്കാത്ത കാര്യമാണെങ്കിൽ നാം എത്ര പരിശ്രമിച്ചാലും അത് നടക്കില്ല. നിങ്ങൾ എന്നോട് പരിഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല. യമുനയ്ക്ക് ഒരു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഓടി ഓടി എന്റെ ലൂണാടെ 2 ടയറും ദേ ഇതുപോലെയായി. ആരൊക്കെ ഓടിയിട്ടും കാര്യം നടന്നില്ലല്ലോ. ഒന്ന് പോയാൽ മറ്റൊന്ന് വരും. നമ്മൾ ധൈര്യം വിടാൻ പാടില്ല. പുഷ്പരാജ, വിവാഹാലോചനയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഒരു പെണ്ണിന്റെ മാനം പോയാൽ അത് തിരിച്ചു കിട്ടുകയില്ല. 50,000 രൂപയ്ക്ക് വേണ്ടിയല്ലേ അവൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചത്. നമ്മൾ 1,00,000 രൂപ കൊടുക്കാന്ന് പറയൂ യമുനയെ കല്യാണം കഴിക്കാൻ. എന്തായി പറയുന്നത്? ഇനി ഒരാൾ 1,00,000 രൂപ കൊടുക്കാന്ന് പറയും. ഇത്ര ആളുകൾ അവരെ പിന്നാലെ പോകും. കഴിഞ്ഞതൊക്കെ പോട്ടെ, യമുനയ്ക്ക് ഒരു നല്ല വിവാഹം ഉറപ്പിക്കാൻ നിങ്ങൾ കഴിയുമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. ഇങ്ങനെ ഒരു വാക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ തന്നെ പറക്കും. എടോ, മനുഷ്യത്തുള്ള ആരെങ്കിലും കിട്ടുമെന്ന് നോക്ക്. അപ്പൊ ഞാൻ ഇതുവരെ കൊണ്ടുവന്നോക്കാം മൃഗങ്ങളായിരുന്നു. പലരും പെരുമാറിയത് അങ്ങനെയാണ്. ഇനി ഞാനൊരു കേസ് കൊണ്ടുവരും. അതെങ്ങനെ ഇരിക്കുന്നു നോക്കിക്കോണം. ഞാൻ ഇന്ന് എന്നെ വീട്ടിലേക്ക് പോവുക. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. യമുനയുടെ കല്യാണം ഉറപ്പിച്ചാൽ ഉടനെ ചേട്ടൻ അങ്ങോട്ട് വരണം. ആവശ്യമുള്ള പണം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇന്ന് ദേവമ്മയുടെ അടുത്ത് പോവണ്ടേ? യമുനയ്ക്ക് വേണ്ടി ഈ പണം വാങ്ങിയാൽ വിനോദം എന്ത് തോന്നും ജാനകി? ശരിയാണ്. പക്ഷേ ഈ കല്യാണം നടക്കണമെങ്കിൽ അത് വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛാ, ഒരു ടെലിഗ്രാം. ഒട്ടിച്ച് വായിക്കേ. എന്താ മോളെ? അമ്മേ, അമ്മായി മരിച്ചു. നിനക്ക് അനുഭവിക്കാൻ യോഗമില്ല മോളെ. അങ്ങനെ വരട്ടെ. പ്രഭേ, സാറാണോ? എന്താ ഇവിടെ നിൽക്കുന്നത്? 2 പെങ്ങളും മരിച്ചുപോയി. ഞാനും ജാനകി അങ്ങോട്ട് പോവാ. മോനെ, വീട്ടിൽ യമുനയും വീണയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. പോവാ. പ്രകേട്ടൻ അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ വൈകുന്നേരം വരാം. ചേച്ചി, വീണേ വീണേ വീണേ. എന്താണ് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഈ കുട്ടിയുടെ ഭർത്താവിനൊരു സന്തോഷ വാർത്ത അറിയിച്ചേക്കൂ. ഗർഭിണിയാണ്. ചേച്ചി, എന്താ? എനിക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിച്ച് അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ സംഭവിച്ചിരിക്കുന്നത്? നീ
ഈ തറവാടിന്റെ അഭിമാനം നശിപ്പിച്ചു. അച്ഛനമ്മമാരെ മറന്നു. ഇല്ല ചേച്ചി, ഞാൻ ആരെയും മറന്നില്ല. മുരളിയേട്ടനോടുള്ള അതിരുകവിഞ്ഞ സ്നേഹം കൊണ്ട് ഒരു നിമിഷം ഞാൻ എന്നെ മറന്നു. എടി, പ്രായമായി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് കാവൽ അവൾ മാത്രമാണ്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അച്ഛൻ എരുതിക്കുള്ളിൽ പിടഞ്ഞുകൊണ്ടാണ് എന്റെയും നിന്റെയും ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. നീ നശിച്ചു പോയെന്നറിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് നിനക്കറിയാമോ? അച്ഛൻ നിന്റെ മുമ്പിൽ മരിക്കും ചേച്ചി. അല്ലെങ്കിൽ അച്ഛന്റെ മുമ്പിൽ നീ മരിക്കേണ്ടി വരും. ഇല്ല ചേച്ചി, മുരളിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. വീണേ, പുരുഷന്മാർക്ക് വാക്ക് മാറാൻ ഒരു നിമിഷം മതി. മുരളിയേട്ടൻ അത്തരക്കാരനല്ല ചേച്ചി. അവൻ എവിടെയുള്ളവനാണ് എനിക്കറിയില്ല. അതുപോലും അറിയാതെയാണ് നീ അവന്റെ പിന്നാലെ പോയത് അല്ലേ? ചേച്ചി ക്ഷമിക്കൂ. ഇനി മുരളിയേട്ടനെ കാണുമ്പോൾ ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. അതുവരെ ചേച്ചി അച്ഛനോടും അമ്മയോടും പറയരുത്. തീക്കനൽ മടിയിൽ മറച്ചു വയ്ക്കാമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ചേച്ചി, ഇനി ഒന്നും പറയണ്ട. ഇത്രയും ദൂരം നീ ഒഴുകി പോകുമെന്ന് ഞാൻ കരുതിയില്ലടി. ഞാൻ അകപ്പെട്ടു പോയി ചേച്ചി. എന്നെ രക്ഷിക്കാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. മുരളിയേട്ടൻ, വീണേ. മുരളിയേട്ടാ, ഞാൻ വരാൻ താമസിച്ചതിൽ വീണ വിഷമിച്ചു അല്ലേ? എല്ലാം ഞാൻ പറയാം. വരൂ. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് പറഞ്ഞാ പോരെ? പോരാ, വളരെ ഗൗരവമുള്ള കാര്യമാണ് സംസാരിക്കാനുള്ളത്. വരൂ നീ. വരൂ. ചേച്ചി, ഇതാണ് മുരളിയേട്ടൻ. മിസ്റ്റർ, നിങ്ങൾ ഇവളും തമ്മിൽ സ്നേഹമാണോ? ആ, അതെ. നിങ്ങൾക്ക് ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടായത് ഈ വീട്ടിൽ പ്രായമായ ആമ്പിള്ളേരില്ലാത്തത് കൊണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ സ്നേഹിച്ചേനെ, എന്റെ ഫ്രണ്ട്സ് ആയിട്ട്. നിങ്ങളുടെ തമാശ എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൾ ഗർഭിണിയാണ്. വീണേ, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ വീണയെ സ്നേഹിച്ചത് വഞ്ചിക്കാനില്ല. ഇതുപോലെ ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ആ തെറ്റിലൂടെ ഇവൾ മാത്രമല്ല, ഈ കുടുംബവും ഒന്നോടെ തകരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്റെ അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ വീണയെ വിവാഹം കഴിക്കും. വരട്ടെ. റബ്ബേ, എന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഈ ശരീരം ആദ്യമായി സ്തംഭിച്ചത്. ഇപ്പൊ ദേവമ്മ കൂടി പോയപ്പോ എന്റെ മനസ്സും മരവിച്ചു. എന്തിനു ജീവിക്കുന്നു എന്ന് പോലും എനിക്കിപ്പോ തോന്നിപ്പോകുന്നു. സാറ് അറിവുള്ള ആളല്ലേ, അങ്ങനെ ഞാൻ ചിന്തിക്കരുത്. അതെ, എന്റെ മക്കൾക്ക് ദേവം അമ്മായിയല്ല, അമ്മയായിരുന്നു. യമുനയുടെ കല്യാണം നടത്താൻ വേണ്ടി എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് ദേവമ്മ പോയത്. എന്നാൽ എത്രയും വേഗം യമനയുടെ വിവാഹം നടത്താൻ ശ്രമിക്കണം സാർ. ശ്രമിക്കാഞ്ഞിട്ടാണോ? ഓരോ ആലോചന വരുമ്പോഴും വിധി അവളുടെ മാങ്കല്യ ദീപം കൊളുത്തുന്നത് കൊടുങ്കാറ്റിന്റെ നടുവിലാണ്. ഞാൻ എന്ത് ചെയ്യും? ആരാ? നമസ്കാരം. ഇരിക്കൂ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. മുമ്പൊരിക്കൽ ടാഗോർ സെന്റിനറി ഹാളിൽ കച്ചേരി നടന്നുകൊണ്ടിരിക്കെ കൈയടിച്ചപ്പോൾ ദേഷ്യപ്പെട്ടില്ലേ? അപ്പോ മാഫി ചോദിച്ച ഒരാളെ ഓർമ്മയുണ്ടോ? അത് ഞാനാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു. ഇരിക്കൂ, ഇരിക്കൂ. പക്ഷേ ആ കാലമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി.
അങ്ങ് മറന്നിരിക്കാം. പക്ഷേ അന്നത്തെ വീണക്കച്ചേരി ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതെ, ജാനകിയോട് കാപ്പി കൊണ്ടുവരാൻ പറയും. കാപ്പിയൊക്കെ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ടാവാം. അതിപ്പോ കാപ്പി കുടിക്കുന്നതുകൊണ്ട് കാര്യം പറയാൻ തടസ്സമൊന്നുമില്ലല്ലോ. അവൻ എന്റെ ശിഷ്യൻ. കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ മനസ്സ് നിറയെ സംഗീതമാണ്. ആ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇവൻ എന്റെ മകനാണ്, മുരളി. അങ്ങയുടെ മകളെ ഇവന് വേണ്ടി ആലോചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മുൻകൂട്ടി അറിയിക്കാത്തതിൽ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. കാപ്പി കൊണ്ട് കൊടുക്കും മോളെ. അത് അത് അമ്മേ, അവരെന്നെ കാണാനല്ല വന്നിരിക്കുന്നത്, വീണെ കാണാനാ. വീണെ കാണാനോ? അതെ അമ്മേ. നിങ്ങളൊക്കെ എന്തായി പറയുന്നത്? അമ്മയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ചോദിച്ചു നോക്ക്. വീണേ, നീ കാപ്പി കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ, ചേച്ചി കൊണ്ട് കൊടുത്താ മതി. ആരായാലും വഴക്കുണ്ടാക്കാതെ തണുക്കുന്നതിന് മുമ്പോട്ട് കൊടുക്ക്. ജാനകിയെ, ദാ വരുന്നു, വേഗം കൊണ്ട് ചെല്ലും മോളെ. അങ്ങയുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ആ, ഇതാണ് എന്റെ മൂത്ത മകൾ യമുന. വേണ്ട മോളെ. ജാനകിയെ, ഇത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖര കുറുപ്പ. മകന് വേണ്ടി ഒരു ആലോചനയെ വന്നിരിക്കുക. ക്ഷമിക്കണം. ഇവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഇളയ മകൾ വീണയാണ്. മുരളി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നല്ലാതെ മറിച്ചൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്താം. മൂത്തവളെനിക്ക് അനിയത്തിയുടെ വിവാഹം നടത്തുന്നത് മര്യാദയാണോ? അനുജത്തിയുടെ വിവാഹം ആദ്യം നടത്തുന്നത് ഒരപരാധമൊന്നുമല്ല. പ്രഭേ, ഭ്രാന്ത് പറയുന്നു. ഈ തറവാട്ടിലെ കാര്യങ്ങൾ മുറപ്രകാരം നടന്നാ മതി. അതായിരിക്കും ഇളയ മകൾ. അതെ. കാരണവന്മാരറിയാതെ കല്യാണം ഉറപ്പിച്ചവർക്ക് നാണമോ? ആ, ഞാനൊരു നല്ല കാര്യം പറയാം. എന്താണ്? ഇവർ രണ്ടുപേരുടെയും വിവാഹം നമുക്ക് ഒരുമിച്ച് നടത്താം. അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ വളരെ സന്തോഷം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ആട്ടെ. വരട്ടെ. അവിടെ ഇരി. ആര്? പുഷ്പരാജനോ? ഓ, ഈ ശകടവും കൊണ്ട് ഇറങ്ങി എന്റെ ഗതി കണ്ടോ? രാവിലെ മുതലുള്ള തള്ളല കണ്ടാലത് പോട്ടെ. മാരാർ സാറ് ഇവിടെ ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടായിട്ട് ഒന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ എനിക്ക് പറ്റിയില്ലല്ലോ. എന്താ പറയുന്നത്? അത് തന്നെ, ദേവമ്മയുടെ മരണകാര്യം പറയുകയായിരുന്നു. ഓ, എന്തോ ഒരു ഗുണമതിയായിരുന്നു, പോയല്ലോ. മാരാർ സാർ വിഷമിക്കാതിരിക്കൂ. നിങ്ങളുടെ പെങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ യമുനയുടെ വിവാഹം നടക്കണം. ഈ ഇന്ത്യ രാജ്യം മുഴുവനും പദയാത്ര നടത്തിയാലും നല്ലൊരു ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഇവിടെ കാലുകുത്തു. ഈ പല്ലവി ഞാൻ എത്ര കാലം കൊണ്ട് കേൾക്കുന്നതാ. ഇന്നലെ വരെ പറഞ്ഞതുപോലല്ല, ഇതെന്റെ അവസാനത്തെ പറച്ചിലാണ്. ഇത്തവണ യമുനയുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് എഴുതും. എന്തോന്നിന്? 2 ഫോറിൻ കത്തി അയച്ചു തരാൻ. ഇപ്പോഴത്തെ തൊഴിൽ നിർത്തിയിട്ട് ഞാൻ ബാർബർ ഷോപ്പ് തുടങ്ങും. യമുനെ, പാല് തളിച്ചു പൊങ്ങിയത് കണ്ടില്ലേ? നിനക്ക് എന്ത് പറ്റി വിനോദ്? ഞാൻ യമുനയോട് ചെയ്ത ദ്രോഹത്തിന് പ്രതിഫലം കിട്ടിയ അമ്മ. എന്തുണ്ടായെന്ന് പറ. അമ്മായി, എന്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. അങ്ങനെ പറയാതെ മോനെ. ഈ പഠിക്കാതെ ചവിട്ടാനുള്ള യോഗ്യത എനിക്കില്ല. ഞാനൊരു മഹാപാവിയാണ്. കഴിഞ്ഞതൊക്കെ മറക്ക. നീ പോയി കുളിച്ച് ആഹാരം വല്ലതും കഴിക്കാൻ നോക്ക്. വാ മോനെ.
തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാ 4 ദിവസം പുറത്തു മാറിയിരിക്കാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് പേടിയൊന്നു ചേച്ചി. ഒന്നും പേടിക്കണ്ട. മുരളി മനസാക്ഷിയുള്ളവനാ. നീ എന്താ ഇവക്ക് കൂട്ടിരിക്കുവന്നു? ഇല്ലമ്മേ, പിന്നെ ഞാനൊരു കാഴ്ച കണ്ടോണ്ടിരിക്കുക. എന്ത് കാഴ്ച? ദേ അങ്ങോട്ട് നോക്കിക്കേ. എനിക്കിനി കല്യാണമൊന്നും വേണ്ട മാവ. ജീവിതാവസാനം വരെ നിങ്ങളോട്ടത്ത് ഇവിടെ കഴിഞ്ഞാൽ മതി. യമുനയുടെയും വീണയുടെയും കല്യാണം ഒന്നിച്ചടന്ന് പിന്നെ ആരും ഈ വീട്ടിലുണ്ടാവില്ലല്ലോ. അതെ, എനിക്കിനി അമ്മയും അച്ഛനും ദൈവവും എല്ലാം നിങ്ങളാണ്. മോളെ, വിനോദിന് എന്ത് മാറ്റം വന്നെന്നറിയാമോ? അസുഖമായതിനു ശേഷം മുറ്റത്തുപോലും ഇറങ്ങാത്ത ആളിനെയാ അവൻ കൊണ്ടുപോയി കുളിപ്പിച്ചോണ്ട് വരുന്നത്. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ബുദ്ധിയെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. ഈ വരവും എന്തെങ്കിലും ദ്രോഹം ചെയ്യാനാണോ എന്ന് കണ്ടിട്ടേ പറയാനൊക്കൂ. അതും ശരിയാ.